ഇടുക്കി ജില്ലയിലെ നിർമ്മല സിറ്റിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നിർമ്മല സിറ്റിയുടെ ടൗണിന്റെ തൊട്ട് താഴെ മുളകരമേട് ക്ഷേത്രത്തിലോട്ട് ഒരു ആർച്ചൊക്കെ ഉള്ളൊരു വഴിയുണ്ട്. അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ ആ ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിയാണിത്. കുറച്ച് ഇതുപോലെ കയറ്റമൊക്കെ കയറി വരുമ്പം നമുക്കിങ്ങനെ റോഡ് ഇങ്ങനെ രണ്ടായിട്ട് തിരിയുന്നത് കാണാം. ചെറിയൊരു മല തുടങ്ങുന്നത് നമുക്കത് കാണാൻ പറ്റും. ഇതുപോലെ അത്യാവശ്യം നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഏരിയ ആണ്. ഇതൊരു കുരിശുമലയുടെ ബേസും കൂടിയാണ്. അപ്പോൾ ഈ കുരിശുകൾ നോക്കി പോയാൽ മതി. അപ്പം ഇവിടുന്ന് റൈറ്റിലോട്ട് കിടക്കുന്ന ഒരു വഴി, അവിടെ ഒരു വെട്ടമൊക്കെ കാണാമല്ലോ. അപ്പോൾ ആ ഒരു വഴിയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ മേട്ടുക്കുറിഞ്ഞി കാണാനാണ്. നമുക്ക് ഇൻസ്റ്റയിലൊക്കെ ഇപ്പം യൂട്യൂബിലൊക്കെ കാണാം നീലക്കുറിഞ്ഞി പൂത്തു എന്ന് പറയുന്നത്. ആ നീലക്കുറിഞ്ഞിയുടെ തന്നെ ഒരു വകഭേദമായ മേട്ടുക്കുറിഞ്ഞി എന്ന് പറയുന്ന ഒരു ഫ്ലവറാണ്. 7 വർഷം കൂടുമ്പോൾ പൂക്കുന്ന ഒരു പൂവാണത്. അപ്പം ഈ ഒരു ചേട്ടൻ എന്ന് പറയുന്നത് രാവിലെ ഞാനിങ്ങോട്ട് നടന്നു വന്നപ്പം നമുക്ക് കമ്പനിക്ക് കിട്ടിയതാണ്. ചേട്ടൻ കട്ടപ്പനയിൽ ഒരു തട്ടുകടയൊക്കെ നടത്തുന്നതാണ്, നൈറ്റ് കട. അത് കഴിഞ്ഞ് കടയൊക്കെ അടിച്ച് വെളുപ്പിനെ 6 മണി ആയപ്പോഴാണ് ഇവിടെ ചേട്ടൻ എത്തുന്നത്. ചേട്ടൻ ഇപ്പോൾ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ രാവിലേക്ക് വരുന്ന കണ്ടപ്പം ചേട്ടൻ എൻ്റെ ബാഗ് ചേട്ടൻ്റെ വീട്ടിൽ വെക്കാന്ന് വെച്ചു. ബാഗും ചുമന്നുകൊണ്ട് കയറണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ചേട്ടൻ്റെ വീട് ഇവിടെ താഴെ തന്നെയായിരുന്നു. എന്നിട്ട് ചേട്ടൻ ഒരു കാപ്പിയൊക്കെ തന്നു. അപ്പം രാവിലെ തന്നെ ഇതൊക്കെ ഇടുക്കിക്കാരുടെ മാത്രം കുറേ ഇങ്ങനത്തെ കുറേ സ്പെഷ്യൽ സംഭവങ്ങളുണ്ട്. ഞാൻ രാവിലെ 2:30 ആയപ്പോൾ കൊരട്ടിയിൽ നിന്ന് ബസ് കയറിയതാണ്. ഒരു നെടുങ്കണ്ടം സൂപ്പർ ഫാസ്റ്റ് ബുക്ക് ചെയ്തതായിരുന്നു. ബുക്ക് ചെയ്തെന്ന് വെച്ചാൽ നല്ല തിരക്കാണ്, സാധാരണ സീറ്റ് കിട്ടത്തില്ല, അല്ലെ കട്ടപ്പന വരെ നിന്ന് വരേണ്ടി വരും. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ വീട്ടിൽ വരുന്നൊരു ബസ്സും കൂടെയാണ്. അപ്പം അത് കണ്ണൂരല്ല, കാസർഗോഡ് നിന്ന് വരുന്നൊരു ബസ്സാണ്. അപ്പം ഞാൻ കറക്റ്റ് 5:45 ആയപ്പം ഇവിടെ താഴെ നിർമ്മല സിറ്റി എത്തി. നിർമ്മല സിറ്റിയിൽ നിന്ന് ഇപ്പം നടന്നിപ്പോൾ ഒരു 6:15 ആയിട്ടുണ്ട്. കുറച്ച് സമയം മതി. ഞാൻ ഇടയ്ക്ക് അച്ഛൻ്റെ വീട്ടിൽ പോയി കാപ്പിയൊക്കെ കുടിക്കാനായിട്ടൊരു 10-15 മിനിറ്റ് പോയി. അപ്പം നമ്മളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഏരിയയിലെത്തി. ഇവിടെ നിന്ന് റോഡ് രണ്ടായിട്ട് തിരിയുന്ന കാണാം. അതിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് സൈഡ് പിടിച്ചു പോകാം. ലെഫ്റ്റ് സൈഡാണ് മല, രണ്ട് സൈഡും വ്യൂ പോയിന്റ് ആണ്. പക്ഷെ നമ്മുടെ നീലക്കുറിഞ്ഞി പൂത്തേക്കുന്നതും കുറച്ച് ഹൈറ്റിൽ കുരിശുമലയുടെ ടോപ്പിൽ നിന്നുള്ള വ്യൂ കാണാനും നമുക്ക് ഈ ഒരു റൂട്ടാണ് പോകേണ്ടത്. ഇവിടെ വനം വകുപ്പിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ബോർഡല്ല, ചെറിയൊരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്, നീലക്കുറിഞ്ഞി പൂക്കൾ പറിക്കരുതെന്ന് പറഞ്ഞിട്ട്. നമുക്ക് കാണാം ഒത്തിരി പേര്, ഫാമിലീസ് ഒക്കെ ആണെങ്കിലും കുറേ പേര് വന്ന് ഇത് പറിച്ചിട്ട് പോകുന്നത് കാണാം. ഇത് വളരെ റെയറായിട്ട് മാത്രം പൂക്കുന്ന ഒരു പൂവാണ്. അത് ഈ മേടുകളിൽ ഇങ്ങനെ നിൽക്കുന്ന കാണുന്നതാണ് അതിൻ്റെ ഒരു ഭംഗിയൊക്കെ. അപ്പം അത് പറിച്ച് നശിപ്പിക്കാതിരിക്കുക. നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അത് അവിടെ തന്നെ നിൽക്കുന്ന എടുക്കുക. അത് പറിച്ച് കയ്യിലെടുത്തിട്ടോ അല്ലെ പറിച്ച് കൂട്ടി വെച്ചിട്ടോ നമുക്ക് അങ്ങനെ ഒരു അത്തപ്പൂക്കൾ ഇടാനൊന്നും പറിച്ചോണ്ട് പോകേണ്ട കാര്യമില്ലത്. അപ്പം അത് ഒത്തിരി പേര് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, വരുന്നുംപാറയിലും കാൽവരിമൗണ്ട് എല്ലാം ഇത് തന്നെയാണ് അവസ്ഥ. അത് പറഞ്ഞ പ്രവർത്തനം. ഈ ഒരു യാത്ര ശരിക്കും വേറൊരു റൈഡിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. കാരണം നിങ്ങൾ സാധാരണ എന്നെ സൈക്കിളിലാണ് കണ്ടിട്ടുള്ളത്. ഇന്ന് സൈക്കിളൊന്നും ഇല്ല. സൈക്കിളിൽ ഇതിൻ്റെ തൊട്ടപ്പുറത്തെ മലയായ കാൽവരി മൗണ്ടിൽ ഞങ്ങൾ ഓഗസ്റ്റ് 15-ാം തീയതി വന്നായിരുന്നു. നമ്മുടെ ഫ്രീഡം റൈഡിൻ്റെ പാർട്ടായിട്ട് ഞങ്ങളൊരു 3 പേര് ഹോളിഡേ റൈഡേഴ്സിലെ പ്രിൻസും ആദ്യത്തിന് ഞാനും കൂടെ കാൽവരി മൗണ്ട് വന്നായിരുന്നു. അപ്പം അന്ന് ഞങ്ങൾക്ക് ഇവിടെ കല്യാണത്തണ്ട് തന്നെയായിരുന്നു. ഇതിപ്പം കല്യാണത്തണ്ട് അല്ലെങ്കിൽ മുളകരമേട് നിർമ്മല സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു മലയാണ്. അപ്പം ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷെ അന്ന് നല്ല ഉച്ചയായപ്പോഴാണ് ഞങ്ങൾ എത്തിയത്. അതുകൊണ്ട് ഞങ്ങളൊന്ന് കാൽവരി മൗണ്ടിൽ പൂത്ത നീലക്കുറിഞ്ഞി നട്ടുച്ചയ്ക്ക് കണ്ടിട്ട് പോയി. പക്ഷെ നമുക്കൊരു തൃപ്തി വന്നില്ല. കാരണം ഉച്ച സമയത്താണ്. കാൽവരി മൗണ്ട് ഇടുക്കിയിൽ ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ ഉച്ചയ്ക്ക് വന്നാൽ നമുക്ക് ആ സ്ഥലത്തിൻ്റെ ഒരു റിയൽ ആംബിയൻസ് കിട്ടത്തില്ല. അപ്പം അന്ന് കുറച്ച് നിരാശയോടെയാണ് പോയത്. പക്ഷെ സൈക്കിള് ഞങ്ങൾ അന്ന് അടുത്ത ദിവസം വർക്കിന് കയറേണ്ടത് കൊണ്ട് ഞങ്ങൾ സൈക്കിള് ജിയോ ബ്രോയുടെ, ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള ജിയോ ബ്രോയുടെ വീട് ഇവിടെ നമ്മുടെ കരിമ്പനിലുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ഞങ്ങൾ ബസ് കയറി എറണാകുളത്തിന് പോയി, ഞങ്ങൾ 3. അപ്പം ഞാനിപ്പോൾ ഇത് സൺഡേ ആണ്, ആ ഒരു അടുത്ത വീക്കെൻഡ് ആയപ്പോഴത്തേക്കും ഞാൻ ബസ് കയറി വന്നതാണ്. അപ്പം ഇന്ന് നമുക്ക് കല്യാണത്തണ്ട് മൊത്തം കാണണം. ഇവിടുത്തെ രാവിലെ ഏർലി മോർണിംഗ് ആ ഒരു തണുപ്പത്ത് തന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ റിയൽ ഫീൽ എന്ന് പറയുന്നത് ഇതാണ്. ഒരു തണുപ്പും കാര്യങ്ങളും പിന്നെ ക്രൗഡ് ഇല്ല എന്നുള്ളതാണ്. സാധാരണ നീലക്കുറിഞ്ഞി കാണാൻ ഒത്തിരി പേര് വരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് ക്രൗഡില്ല. പിന്നെ പറ്റുവാണെങ്കിൽ ഇവിടുത്തെ സൺറൈസ് ഒന്ന് കാണുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫുള്ള് കോട മൂടി കിടക്കുവാണ്. ഏറ്റവും ടോപ്പിൽ പോയാൽ ക്ലൗഡ് ബെഡ് കാണാമെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പം ഞാനിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മലയുടെ ഒരു സൈഡ് പിടിച്ചേട്ടോ. നീലക്കുറിഞ്ഞി എവിടെയാണ് പൂത്തേക്കുന്നതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഈ കുരിശ് പോകുന്ന വഴി നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി. ഈ കുരിശ് പോകുന്ന ഫോളോ ചെയ്ത് പോയാൽ നമുക്ക് ഏറ്റവും ടോപ്പിലെത്താം. നമുക്ക് ഫുൾ വ്യൂ കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചൊന്ന് സൈഡിലോട്ട് മലയുടെ ചെരുവിൽ കൂടെ ഇറങ്ങിയാലാണ്
നമുക്ക് നീലക്കുറിഞ്ഞി കാണാൻ പറ്റുക. അപ്പോൾ ഇന്ന് കല്യാണത്തണ്ട് കണ്ടിട്ട് തിരിച്ച് നമുക്ക് കരിമ്പൻ ചെന്ന് സൈക്കിളും എടുത്തിട്ട് തിരിച്ച് എറണാകുളം പോകാനാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പം എനിവേ ഈ ഒരു വീഡിയോയിൽ നമുക്ക് കല്യാണത്തണ്ട് മൊത്തമായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. നല്ല ഇടുക്കി റിസർവറിൻ്റെ അടിപൊളി വ്യൂ ഉണ്ട് നമ്മുടെ തൊട്ട് സൈഡിൽ. ഇതാണ് നമ്മുടെ മേട്ടക്കുറിഞ്ഞി. അപ്പോൾ ഇത് കുറേ ഏരിയയിലുണ്ട് കേട്ടോ. നമ്മൾ ഈ പുല്ലിനകത്തൂടെ ഒക്കെ കുറേ അങ്ങ് നടന്നു പോകുമ്പം നമുക്ക് കുറേ ഒരു കൂട്ടത്തോടെ നിൽക്കുന്ന കാണാം. അപ്പം നമുക്കൊന്ന് പോയി നോക്കാം. ഇതുണ്ട് ഇവിടെ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടേച്ച് പോയേക്കുന്നത്. ഇതൊക്കെ ടൂറിസ്റ്റുകൾ ചെയ്യുന്ന കേട്ടോ, ഇവിടുത്തെ നാട്ടുകാരും ഇടുന്നതല്ല. അപ്പം നമുക്കിങ്ങനെ ഈ ഒരു ഇപ്പോൾ വയനാട് ദുരന്തമൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് പ്രകൃതി സ്നേഹികൾ പൊങ്ങി വരും. പ്രകൃതിയെ നോയിപ്പിക്കരുത്, അതാണ് ഇതാണ്, അങ്ങനെ ഒത്തിരി പ്രകൃതി സ്നേഹം പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് ഇവിടെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വന്ന് പ്ലാസ്റ്റിക്കും മദ്യക്കുപ്പികളും എല്ലാം ഇട്ടേച്ച് പോകുന്നത്. ഇത്രയും സൈലന്റ് ആയിട്ട് സ്ഥലത്ത് വന്ന് ബ്ലൂടൂത്ത് സ്പീക്കറിൽ ഉറക്കെ പാട്ട് വെക്കുക. അപ്പം നമ്മുടെ ഒരു കാര്യം മാത്രമേ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ പലരും ചിന്തിക്കാറുള്ളൂ. അപ്പം ഇവിടെ ഈ ഒരു പ്ലേസിന്റെ സൈലൻസും കാര്യങ്ങളും ആംബിയൻസ് എൻജോയ് ചെയ്യാൻ വരുന്നവരെ പറ്റിയോ ഈ ഒരു സ്ഥലത്തിനെ പറ്റിയൊന്നും പലരും ചിന്തിക്കാറില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും പലപ്പോഴും സെൽഫിഷാണ്. അപ്പം നമ്മൾ ചുറ്റുമുള്ളവരുടെ കാര്യങ്ങളും ആ ഒരു സ്ഥലത്തെയും കൂടെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇതുപോലെ കുറെ കാടിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കയറി മൊത്തം പുല്ലൊക്കെ നനഞ്ഞിരിക്കുക കേട്ടോ. എൻ്റെ ഡ്രസ്സൊക്കെ ഏകദേശം മൊത്തം നനഞ്ഞു. കാരണം നല്ലൊരു മഴ അല്ലെ മഞ്ഞ് പെയ്താന്ന് തോന്നുന്നത്, എല്ലാം നനഞ്ഞ് ഇരിക്കുകയാണ്. ഇപ്പം ഈ പൂക്കളൊക്കെ ആണെങ്കിലും ചെറുതായിട്ടൊന്ന് വാടി നിൽക്കുകയാണ്. ആ ഒരു മഴയൊക്കെ കൊണ്ടതിൻ്റെ ആയിരിക്കാം. ഇതിന് നല്ല രസമാണ്. ഇപ്പം ഒരു സമയം ഒരു 6:30 ആയിട്ടേ ഉള്ളൂ കേട്ടോ. നേരെ ഒന്ന് മൊത്തത്തിൽ നിന്ന് വെട്ടമൊക്കെ ആയി വരുന്നേ ഉള്ളൂ. നമുക്ക് ദൂരെ ആ റിസർവറിൻ്റെ അപ്പുറമുള്ള ഏരിയ എന്ന് പറയുന്നത് കട്ടപ്പനയുടെ താഴെയുള്ള ഏരിയ കേട്ടോ. നമുക്ക് ആ അഞ്ചുരുളി ടണലൊക്കെ ഇവിടെ മോളിൽ നിന്ന് കാണാൻ പറ്റും. ടണലിൽ നിന്ന് വെള്ളം ഇറങ്ങുന്ന പോർഷനും അതിൻ്റെ അപ്പുറത്തെ തുരുത്തൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇനി അതൊരു അടിപൊളി വ്യൂ ആണ്. നമുക്ക് എന്തായാലും ഏറ്റവും ടോപ്പിൽ ചെല്ലുമ്പോൾ ഒരു 360 വ്യൂ കാണാൻ പറ്റുന്നു. അതായത് മൊത്തം നമുക്ക് ഈ ഒരു റിസർവയറും അപ്പുറത്തെ സ്ഥലങ്ങളും ക്ലൗഡ് ബെഡും എല്ലാം കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എനിവേ ഇതെന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയി. കുറേ നാൾ കൂടിയാണ് ഒരു സോളോ യാത്ര. ഇതുണ്ടോ, പാൻറ്റൊക്കെ മൊത്തം നനഞ്ഞ് കുതിർന്നിരിക്കുകയാണ്. അപ്പം നല്ല വഴുക്കലുണ്ട് കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ച് വേണം. ഇപ്പം ഈ വീഡിയോയിൽ കാണുമ്പോൾ നല്ല ഭംഗിയാണ്, പക്ഷേ ഒന്ന് സ്ലിപ്പായി വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. ഞാൻ 1-2 തവണ സ്ലിപ്പായി വീണില്ല, 1-2 തവണ നല്ലപോലെ സ്ലിപ്പായിരുന്നു. അതുപോലെ പാറകളിൽ കൂടെ പരമാവധി കയറാതിരിക്കുക, അത്യാവശ്യം നനഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മൾ മേട്ടുക്കുറിഞ്ഞിയൊക്കെ ആവോളം കണ്ട് മതിയായി, തൃപ്തിയായി. ആ ഒരു റിസർവയറിൻ്റെ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ മുകളിലോട്ട് കയറുകയാണ്. നമ്മുടെ ഇനിയിപ്പോൾ ഞാൻ ആ സൈഡിൽ നിന്ന് മാറി കുറച്ച് മുകളിലോട്ട് കയറുവാണ്. ഇനിയിപ്പോൾ കുരിശ് ഫോളോ ചെയ്ത് നമുക്ക് പോയാൽ മതിയാവും. നമ്മൾ വന്ന വഴി ബാക്കിലോട്ടൊക്കെ നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമുക്ക് ആ സൺറൈസിൻ്റെതായ ഒരു ഇതൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. നമുക്ക് കൊളുക്കുമലയൊക്കെ കയറുന്ന ഒരു ഫീലാണ് ഇപ്പോൾ ശരിക്കും. ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആട്ടോ. നിങ്ങൾ ഈ ഒരു സമയത്ത് തന്നെ നീലക്കുറിഞ്ഞി കാണാൻ വരുന്നുണ്ടെങ്കിൽ മാക്സിമം രാവിലെ തന്നെ വരിക. നമുക്ക് സൺറൈസും ഈ ഒരു വ്യൂ മൊത്തം ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ അടിപൊളിയായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നല്ലൊരു തണുപ്പും കാണും, ക്രൗഡും കാണത്തില്ല. അപ്പോൾ എറണാകുളം സൈഡിൽ നിന്നൊക്കെ വരുന്നവരൊക്കെ ആണെങ്കിൽ വെളുപ്പിനേരെ 3 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങുവാണ്. വണ്ണപ്പുറം കയറി വന്നാൽ മതി. മൂവാറ്റുപുഴ വണ്ണപ്പുറം റോഡ് വരുവാണെങ്കിൽ പിന്നെ നമുക്ക് ചെറുതോണി, കാലുവരി മൗണ്ട്, പിന്നെ നിർമ്മല സിറ്റി എത്തും. നിർമ്മല സിറ്റി ടൗണിന് തൊട്ട് മുമ്പായിട്ടാട്ടോ. മാപ്പിലിട്ട് വന്നാൽ മതി. മുളകരമയുടെ വ്യൂ പോയിന്റ് മാപ്പിലിട്ടാൽ മതിയാവും. നിങ്ങൾക്ക് ഈ ഒരു പോയിന്റിൽ എത്താൻ പറ്റും. പിന്നെ ആ വീഡിയോയുടെ സ്റ്റാർട്ടിങ് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം വഴി മനസ്സിലാവും. ആ ഒരു
മുളകരമേടിൻ്റെ ഒരു ആർച്ചുണ്ട്, മുളകരമേട് ക്ഷേത്രം എന്ന് പറഞ്ഞ ഒരു ആർച്ചുണ്ട്. ആ ആർച്ച് കയറി വരിക, പിന്നെ നമ്മുടെ വീഡിയോയുടെ തുടക്കം കണ്ട വഴിയാണത്, അവിടെ നിന്ന് കയറിപ്പോരുക. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നല്ലപോലെ കണ്ട് ആസ്വദിച്ചിട്ട് ഭയങ്കര ഹാപ്പിയാണ്. ഇവിടുന്ന് തിരിച്ചിറങ്ങുക കേട്ടോ. ഇപ്പം നല്ലൊരു വ്യൂ ആണ്. നമ്മൾ ഈ മൊത്തം രണ്ട് സൈഡിലുള്ള വ്യൂവും കണ്ടുകൊണ്ട് നമുക്ക് തിരിച്ചിറങ്ങാൻ പറ്റും. ഇറങ്ങുമ്പോൾ പിന്നെ സൂക്ഷിച്ചിറങ്ങുക, പാറകളിൽ കൂടെ ഒക്കെ ഇറങ്ങുന്നുണ്ട്. ഇപ്പം കുറച്ച് പേരൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ. കുറെ പേര് രാവിലെ എത്തി തുടങ്ങിയിട്ടുണ്ട്. രാവിലെ തന്നെ ആൾക്കാർ വന്നു തുടങ്ങുന്നു എന്നുള്ളതാണ്. ഞാനിവിടെ 6 മണിയായപ്പോൾ എത്തിയതുകൊണ്ടാണ് നമുക്കിപ്പം യാതൊരുവിധ ശല്യങ്ങളും കൂടാതെ സമാധാനമായിട്ട് കണ്ടിട്ട് ഇപ്പം തിരിച്ചു പോയി. ഇപ്പം സമയം 7:20 കഴിഞ്ഞേ ഉള്ളൂ. ഇനി ഇവിടുന്ന് താഴെ ചെല്ലുന്നു. നമുക്ക് ബസ് കയറി കരിമ്പൻ എത്തുന്നു. അവിടുന്ന് ജിയോ ബ്രോയുടെ കൂടെ നമുക്കിന്ന് സൈക്കിളൊക്കെ എടുത്തിട്ട് പിന്നെ ജിയോ ബ്രോയുടെ കൂടെ ഒരു റൈഡ് പോകാനാണ് കേട്ടോ. എന്തായാലും നമ്മൾ ജിയോ ബ്രോയുടെ ഇടുക്കിയിലാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ എല്ലാവരും ഇങ്ങനെ ചെതറി കിടക്കുന്നതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടുന്ന പലപ്പോഴായിട്ടാണ്. അപ്പോൾ ജിയോ ബ്രോയുടെ കൂടെ ഇന്ന് എന്തായാലും ഒരു റൈഡ് പോകണം. അപ്പം ആ ഒരു റൈഡിൻ്റെ വീഡിയോയും പിന്നെ ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ കാൽവരിമ കൊണ്ട് വന്ന വീഡിയോ ആയിരിക്കും അടുത്തത് വരാൻ പോകുന്നത്. അപ്പം അതും ഈ ഒരു ഇതാ കേട്ടോ ഞാൻ പറഞ്ഞ എൻട്രൻസ് റോഡിൻ്റെ തൊട്ട് സൈഡിൽ കോൺക്രീറ്റ് റോഡ് നിങ്ങൾ നോക്കിയാൽ മതി. റോഡിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ്. ഈ വഴിയാണ് നമ്മൾ കയറി പോകേണ്ടത്. അപ്പം ഞാൻ ഇനി ഇവിടുന്ന് ബസ് കയറി പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.